ആലുവയിലെ 12-കാരിയെ മുംബൈയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ്. കൊല്ലം ഓച്ചിറ സ്വദേശിയായ സജീഷാണ് പിടിയിലായത്. പൂനെയിൽ നിന്ന് കണ്ടെത്തിയ 12-കാരിയെയും യുവാവിനെയും ഇന്ന് ആലുവയിലെത്തിക്കും. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ശനിയാഴ്ച രാത്രിയാണ് കൂട്ടുകാരിയിൽ നിന്ന് പുസ്തകം വാങ്ങാൻ പോയ പെൺകുട്ടിയെ കാണാതായത്. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, എന്താണ് ഈ സംഭവം? യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്താണ്? ഇവരെ എപ്പോഴാണ് ആലുവയിൽ എത്തിക്കുക? എന്താണ് പോലീസ് പറയുന്ന വിവരങ്ങൾ? കീർത്തന, ശ്രുതി, ഇന്നലെ വൈകിട്ടാണ് പൂനെയിൽ നിന്ന് 12 വയസ്സുള്ള പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചാണ് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതായത് മുനമ്പം ഭാഗത്ത് ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന 25-കാരനൊപ്പമാണ് ഈ പെൺകുട്ടി പോയത്. ഈ യുവാവാണ് ഈ പെൺകുട്ടിയെ മുംബൈയിലേക്ക് തട്ടിക്കൊണ്ടുപോയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഓഫാക്കിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ യുവാവിനെ കണ്ടെത്തുകയും അത്തരത്തിൽ യുവാവിൻ്റെ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും സുഹൃത്തുക്കൾ വഴി ഈ യുവാവുമായി ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്ത് അത്തരത്തിൽ ലൊക്കേഷൻ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഈ യുവാവിനെയും പെൺകുട്ടിയെയും ആലുവയിലെത്തിക്കും. അതിനുശേഷം ഈ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. മാത്രവുമല്ല, യുവാവിനെതിരെ കേസെടുക്കുകയും ചെയ്യും. ഏതാണ്ട് 4 ദിവസം മുൻപാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും രാത്രി ഏതാണ്ട് 8:30 കൂട്ടുകാരുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് പോയത്. പുസ്തകം വാങ്ങാനെന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നെ കാണാതാവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ യുവാവിനൊപ്പം ട്രെയിനിൽ കയറി ആദ്യം മംഗലാപുരത്തേക്കും അതിനുശേഷം മുംബൈയിലേക്കും പോയത്. അതിനുശേഷം മുംബൈയിൽ നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രെയിനിൽ വരുമ്പോൾ ആ ട്രെയിനിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആലുവ പോലീസ് സംഘം പൂനെയിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് പോയ പോലീസ് സംഘം ഇപ്പോൾ ഈ പെൺകുട്ടിയെയും യുവാവിനെയും ആലുവയിലേക്ക് കൊണ്ടുവരികയാണ്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇരുവരും ഉടൻ ആലുവയിൽ